പ്രേക്ഷകരെ ഇന്നത്തെ ദിവസം ഒരു സങ്കടം അല്ലെങ്കിൽ നമ്മൾ രാജ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച ഒരു ക്രൂരത അരങ്ങേറിയിട്ട് 9 ആണ്ടായ ദിവസം കൂടിയാണ്. പറഞ്ഞു വരുന്നത് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ടിട്ട് ഇന്നേക്ക് 9 വർഷങ്ങൾ തികയുകയാണ്. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ട്വിസ്റ്റുകളുടെയും പോരാട്ടങ്ങളുടെയും ഒക്കെ 9 ആണ്ടുകളാണ് കടന്നുപോയത്. എന്നും അവൾക്കൊപ്പം. നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സമാനതകളില്ലാത്ത നിയമ പോരാട്ടത്തിലൂടെയും സാംസ്കാരിക വിപ്ലവത്തിലൂടെയും ഒക്കെയും കടന്നുപോയ 9 വർഷങ്ങൾക്ക് ഇപ്പുറവും നീതി പൂർണ്ണമായില്ല എന്ന നിരാശയിലാണ് അതിജീവിതയും പ്രോസിക്യൂഷനും. കഴിഞ്ഞ ഡിസംബർ മാസം 8-നാണ് 8 വർഷം നീണ്ട വിചാരണയ്ക്കൊടുവിൽ വിധി വന്നത്. 1-ാം പ്രതി പൾസർ സുനി ഉൾപ്പെടെയുള്ള 6 പ്രതികൾക്ക് 20 വർഷം കഠിന തടവ് ശിക്ഷ വിധിച്ചെങ്കിലും ഗൂഢാലോചന കുറ്റം ആരോപിക്കപ്പെട്ട 8-ാം പ്രതി നടൻ ദിലീപിനെ തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിട്ടിരുന്നു. ഇന്നിപ്പോൾ WCCയുടെ നേതൃത്വത്തിൽ അതിജീവിതയ്ക്കുള്ള പിന്തുണയും ഐക്യദാർഢ്യത്തിനും നന്ദി അറിയിച്ചുകൊണ്ട് അവൾക്കൊപ്പം 2-ാം ഘട്ട ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നുണ്ട്. കൊച്ചിയിലും തിരുവനന്തപുരത്തും കോഴിക്കോടും ഒക്കെയും നമ്മുടെ അബ്ദുൾ റഹീം കൊച്ചിയിൽ നിന്ന് നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. റഹീമേ, ഗുഡ് ഈവനിങ്. ഈ രാജ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച സംഭവം, ഇരയല്ല ഞാൻ അതിജീവിതയാണെന്ന് ആക്രമണത്തിനിരയായ ഒരു സ്ത്രീ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞൊരു സംഭവം, അവർ സമാനതകളില്ലാത്ത നീതിക്ക് വേണ്ടി സ്വയം ഇറങ്ങി പോരാടിയ സംഭവം, അല്ലെങ്കിൽ ഇപ്പോഴും പോരാടിക്കൊണ്ടിരിക്കുന്ന സംഭവം, അങ്ങനെ നിരവധി കാര്യങ്ങൾ പറയേണ്ടി വരും ഇതുമായി ചേർത്ത് വെക്കുമ്പോൾ. ഇപ്പം വിചാരണ കോടതി വിധി വന്ന് 67 ദിവസമാവുകയാണ്. സർക്കാർ ഹൈക്കോടതിയിൽ ഇതുവരെ അപ്പീൽ നൽകിയിട്ടില്ല. അപ്പീൽ പോകുമെന്ന് അന്നേ പറഞ്ഞതാണ്. പക്ഷേ ഒരു ചുവട് പോലും മുന്നോട്ട് വച്ചിട്ടില്ല. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരല്ല എന്ന തിരിച്ചറിവിന് നന്ദി എന്നായിരുന്നു വിധിക്ക് പിന്നാലെ അന്ന് അതിജീവിത പ്രതികരിച്ചത്. അപ്പം ഈ 9 ആണ്ടുകൾ, ഈ പോരാട്ടം, ഒരു അതിജീവിതയുടെ നിസ്സഹായ അവസ്ഥ, എങ്ങനെ ഈ സമൂഹം ഇതിനെ നോക്കിക്കാണണം റഹീമെ ഈ ഒരു ദിവസത്തിൽ? സേതു, ഗുഡ് ഈവനിങ്. സേതു പറഞ്ഞത് വെച്ചതുപോലെ തന്നെയാണ്. കാരണം ഒരു നാടിനെ ഒന്നാകെ ഈ പറയുന്നത് പോലെ തന്നെ വലിയ ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു ഈ പറയുന്ന നടിയെ ആക്രമിക്കപ്പെട്ട കേസ് എന്നുള്ളത്. 2017 ഫെബ്രുവരി 17-നാണ് തൃശ്ശൂരിൽ നിന്നും കൊച്ചിയിലേക്കുള്ള യാത്രക്കിടയിൽ ഈ നടി ആക്രമിക്കപ്പെട്ടത്. അതും ഓടുന്ന വാഹനത്തിനുള്ളിൽ ആക്രമിക്കപ്പെടുന്നു. പിന്നീട് ഇത് വലിയ വിവാദങ്ങളിലേക്കും വലിയ കോളിളക്കം സൃഷ്ടിച്ചൊരു കേസായി ഈ മാറുന്നു. രാജ്യം ഒന്നാകെ ഈ കേസ് ചർച്ച ചെയ്യപ്പെടുന്നു. അങ്ങനെ വലിയ കോളിളക്കം സൃഷ്ടിച്ച കേസിന്റെ 9 വർഷങ്ങൾ ഇന്ന് പൂർത്തിയാവുകയാണ്. 2017 ഫെബ്രുവരി 17-നാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഇപ്പോൾ അതിനുശേഷം പിറവികൊണ്ടതാണ് ഈ WCCയും അതോടൊപ്പം തന്നെ ഈ അവൾക്കൊപ്പം ക്യാമ്പയിനും ഒക്കെ. അതിന്റെ ഒരു ഭാഗമായി തന്നെയാണ് ഇപ്പോൾ അവൾക്കൊപ്പം ക്യാമ്പയിനുമായി വീണ്ടും WCC സജീവമായി തന്നെ രംഗത്തേക്ക് വരുന്നത്. ഇന്ന് കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ഈ 3 ഇടങ്ങളിലായി മെഴുകുതിരി കത്തിച്ചുകൊണ്ട് ഈ നടിക്കൊപ്പം നീതിപൂർവ്വം നിന്ന ആളുകൾക്ക്, അവർക്ക് ഐക്യദാർഢ്യം അറിയിച്ച ആളുകൾക്കൊക്കെ നന്ദി അറിയിച്ചുകൊണ്ട് ഈ വീണ്ടും അവൾക്കൊപ്പം ക്യാമ്പയിൻ WCC സജീവമാക്കുന്നത്. അപ്പോഴും WCC മുന്നോട്ട് വെക്കുന്ന ചോദ്യം ഇത് തന്നെയാണ്. അതായത് നടിക്ക് എത്രമാത്രം ഈ കേസിൽ നീതി ലഭിച്ചു എന്നുള്ളതാണ്. 1 മുതൽ 6 വരെയുള്ള പ്രതികളെ കുറ്റക്കാരാണെന്ന് കണ്ട് വിചാരണ കോടതി ശിക്ഷിക്കുകയും ഏകദേശം 20 വർഷത്തോളം അവർക്ക് ശിക്ഷ വിധിക്കുകയും ചെയ്തു. പക്ഷേ ഈ കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗൂഢാലോചന നടത്തിയ നടൻ ദിലീപ് ഉൾപ്പെടെയുള്ള ആളുകളെ ഈ കോടതി വെറുതെ വിടുന്നൊരു സാഹചര്യം ഉണ്ടായി. കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തിയാണ് കോടതി ദിലീപ് ഉൾപ്പെടെയുള്ള 4 പ്രതികളെ വെറുതെ വിട്ടത്. അപ്പോഴും ഈ പറയുന്നത് പോലെ തന്നെ ഈ കേസിന്റെ ഗതി എങ്ങോട്ടാണ്, നീതി പൂർണ്ണമായും അതിജീവിതയ്ക്ക് ലഭിച്ചോ എന്ന ചോദ്യമൊക്കെ സമൂഹത്തിൽ ഇപ്പോഴും അവശേഷിക്കുന്നു. അതിനോടൊപ്പം തന്നെയാണ് ഇപ്പോൾ WCC അവൾക്കൊപ്പം എന്ന ക്യാമ്പയിൻ വീണ്ടും സജീവമാക്കി രംഗത്ത് വന്നിട്ടുള്ളത്. പ്രധാനപ്പെട്ട ഒരു കാര്യം, അതിൽ ഈ WCC മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇരുട്ടിന്റെ മറ നീക്കി വെളിച്ചത്തിന്റെ തിരി തെളിയിക്കാൻ ഏവരും മുന്നോട്ട് വരണം എന്നുള്ളതാണ് ഈ അവൾക്കൊപ്പം ക്യാമ്പയിൻ വീണ്ടും സജീവമാക്കി WCC നിലനിർത്തുമ്പോൾ മുന്നോട്ട് വെക്കുന്ന ആവശ്യം. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ സേതു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ വിധി വന്നതിന് ശേഷം സർക്കാർ അപ്പീൽ പോകുമെന്ന് വ്യക്തമാക്കിയിരുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട്, അതായത് പ്രതികളെ വെറുതെ വിട്ട ആ ഒരു വിധിക്കെതിരെ മുന്നോട്ട് പോകും എന്ന് വ്യക്തമാക്കിയിരുന്നുവെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഒരു ഇഞ്ച് പോലും മുന്നോട്ട് ഇതുവരെയും നീങ്ങിയിട്ടില്ല എന്നത് തന്നെയാണ്. ഏതായാലും നടിക്ക് പൂർണ്ണമായും നീതി ലഭിച്ചോ എന്ന ചോദ്യം അപ്പോഴും അവിടെ അവശേഷിക്കുന്നതിനെ ഈ ഘട്ടത്തിൽ നമുക്ക് പറയേണ്ടി വരും. ഇന്ന് കൊച്ചിയിലെ അബ്ദുൽ കലാം മാർഗ്, അതോടൊപ്പം തന്നെ കോഴിക്കോട് മാനാഞ്ചിറ, അതോടൊപ്പം തിരുവനന്തപുരത്ത് ഇങ്ങനെ 3 ഇടങ്ങളിലാണ് മെഴുകുതിരി തെളിയിച്ചുകൊണ്ട് അവൾക്കൊപ്പം ക്യാമ്പയിൻ വീണ്ടും സജീവമാക്കി തന്നെ WCC നിലനിർത്തുന്നത്. സേതു.
ഓക്കെ റഹീമേ, ശരി. നമ്മളും ഈ കാര്യം തന്നെയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ നമ്മൾ ചർച്ച, കാരണം ഈ കോടതി വിധിയൊക്കെ വരുന്ന സമയത്ത് ഒക്കെയും എല്ലാവരും, ഈ ഒരുമാതിരിപ്പെട്ട എല്ലാ മനുഷ്യരും, ഈ അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്ന എല്ലാ മനുഷ്യരും അവൾക്കൊപ്പം എന്ന് പറയുന്ന ഒരു ഹാഷ്ടാഗ്, അതേപോലെ അത് ഫേസ്ബുക്കിൽ, ഇൻസ്റ്റഗ്രാമിൽ, വാട്സാപ്പ് സ്റ്റാറ്റസ്, അവരുടെ ഫോട്ടോ വെച്ചുകൊണ്ടുള്ള അവൾക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ടുള്ള സ്റ്റാറ്റസ്, ഇതിനൊക്കെ അപ്പുറം ഒരു ദിവസത്തിനപ്പുറം ആര് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു എന്നുള്ളതാണ് വലിയൊരു ചർച്ച. ഇവിടെ സർക്കാർ ഇപ്പം മുഖ്യമന്ത്രി ആകട്ടെ, മുഖ്യമന്ത്രി ഈ വേദിയിൽ വിളിച്ചു കയറ്റുന്നു, അവൾക്കൊപ്പം ഉണ്ടെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു, മറ്റ് മന്ത്രിമാർ വരുന്നു, സാംസ്കാരിക നേതാക്കൾ വരുന്നു, മാധ്യമപ്രവർത്തകർ, അല്ലേ, എല്ലാ മാധ്യമപ്രവർത്തകരും പറയുന്നു. പക്ഷേ ഈ വിധി വന്നതിന് ശേഷം 67 ദിവസമാകുന്നു, അതായത് 3 മാസം ആവാൻ പോവാണ്, 2.5 മാസം കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും ഈ സർക്കാർ ഒരു ചുവട് പോലും വച്ചില്ല. എത്ര മാധ്യമപ്രവർത്തകർ അടക്കമുള്ള ആളുകൾ ഇതൊക്കെ ചോദിച്ചു എന്നുള്ളത് കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ്. അല്ലാതെ ഈ വിഷയമൊക്കെ വരുമ്പം ഒരു ദിവസം ഒരു വാട്സാപ്പ് സ്റ്റാറ്റസ് ഇട്ടോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടോ ഒന്നും ഈ നാട് ഒരു തരത്തിലും ഒരു മുന്നേറ്റവും ഒരു നവോത്ഥാനവും ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. ഈ കാര്യങ്ങളൊക്കെ ആ അതിജീവിത അവർക്ക് വേണ്ടി അവർ പോരാടിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ പച്ചയായ യാഥാർത്ഥ്യം. പ്രിയപ്പെട്ട പ്രേക്ഷകർ